സനോജെ, ഈ അപകടത്തിൽ പെട്ട ആൾക്കാർ ഇപ്പോൾ എവിടെയാണ്? അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാറ് അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ കാറ് നിയന്ത്രണം വിട്ട് പ്രദേശത്തെ ഒരു തൂണിലിടിച്ചതിനു ശേഷം നിയന്ത്രണം വിട്ട് ഇത് മറിയുകയായിരുന്നു. ഈ മറിയുന്നതിനിടയിൽ ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഒരു സ്ത്രീയും 4 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവരെ ഈ കാറിന്റെ പിൻഭാഗത്തെ ഡിക്കി തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിൻഭാഗത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ കാറ് ഒഴുക്കിൽപ്പെടുകയും ഈ കാർ ആറ്റിലേക്ക് പതിക്കുകയുമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ കാറിന്റെ പിൻഭാഗത്തെ ഡിക്കിയിലൂടെ അവർ 5 പേരും സുരക്ഷിതരായി പുറത്തു കടന്നു. ഈ ഇടിയുടെ ആഘാതത്തിലുണ്ടായ ചെറിയ ഒരു നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഈ 5 പേർക്കും ഉണ്ടായിട്ടുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കാറ് പൂർണ്ണമായും കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചാണ് ഇപ്പോൾ കാറ് പുറത്തേക്ക്. ബ്ലാക്ക് നിറത്തിലുള്ള കാറാണ്, ഫോർച്യൂണർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഈ 5 പേരുടെയും സ്ഥിതി വളരെ ആശ്വാസകരമാണ്. അവർക്ക് കാര്യമായ പരിക്കുകളില്ല. പക്ഷേ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് വേണം പറയാൻ. കാരണം ഇവർ പൂർണ്ണമായും സാധാരണ നിലയിൽ ഈ വാഹനം വെള്ളത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡോർ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ഡോർ ലോക്കായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാഹനം വെള്ളത്തിൽ മുങ്ങി ആർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുകയും വലിയൊരു ദുരന്തം ഉണ്ടാവേണ്ടതുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാവാതെ ഈ 5 പേരും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. കാരണം നിയന്ത്രണം വിട്ട കാറ് സമീപത്തെ ഒരു പോസ്റ്റിലിടിച്ചു. ഇടിച്ചതിനെ തുടർന്ന് വെള്ളത്തിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ പിൻഭാഗത്തെ ഡിക്കി തുറന്ന് ഈ 5 പേരും സുരക്ഷിതരായി പുറത്തിറങ്ങിയതിനു ശേഷം അവർ രാത്രിയിൽ അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അവിടെ എത്തി ഇങ്ങനെ തങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് അയൽവാസികളെയാണ് വിവരം അറിയിച്ചത്. പിന്നീട് അയൽവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ സംഭവ സ്ഥലത്തേക്ക് തടിച്ചുകൂടുകയും ഇവരെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ 5 പേരുടെയും അവസ്ഥ ഇപ്പോൾ സുരക്ഷിതമാണ്. ഈ 5 പേർ സുരക്ഷിതമാകുമ്പോഴും ഈ കാറ് പൂർണ്ണമായും വെള്ളത്തിന്റെ അടിയിലേക്ക് അകപ്പെട്ടിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കനത്ത മഴയിൽ ഈ പുഴ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. കുറുപ്പന്തറ കടവിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ നീരൊഴുക്ക് ഈ തോട്ടിലുണ്ടായിരുന്നു. ആ കാറ് പൂർണ്ണം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് രാവിലെ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിനും ഒടുവിലാണ് ഈ കാറ് കണ്ടെത്തിയത്. ഇപ്പോൾ കാറ് പൂർണ്ണമായും കരയ്ക്ക് കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയൊരു അനിഷ്ട സംഭവം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് കുറുപ്പന്തറയിലെ നാട്ടുകാരും ഒപ്പം തന്നെ ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന 5 പേരും. ഷമി, ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു എന്നുള്ള കാര്യത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണോ പറഞ്ഞത്? പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? കാരണം വലിയ മഴയായിരുന്നു, ഒരുപക്ഷെ റോഡ് ഇവർക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചാണോ പോലീസും ഇപ്പോൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ? ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് യാത്ര ചെയ്തിരുന്നത്. ഇവർ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നതിനിടയിൽ ഇവർക്ക് വഴിയെക്കുറിച്ചുള്ള ഒരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുന്ന വഴിയിൽ ഇവർ ഒരു വളവ് വീശിയെടുക്കുന്നതിനിടയിൽ കാർ നിയന്ത്രണം വിട്ട് ഒരു പോസ്റ്റിലിടിക്കുകയും പിന്നീട് ഈ നിയന്ത്രണം വിട്ട പുഴയിലേക്ക് പോവുകയുമായിരുന്നു. ഈ പുഴയിലേക്ക് കാർ പോകുന്നതിനിടയിൽ കാറിന്റെ മുൻഭാഗം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്ന ഒരു സാഹചര്യം. അപ്പോഴേക്കും ഡോറ് ലോക്ക് ആവുന്നതിന് മുമ്പ് തന്നെ പിൻഭാഗത്തെ ഡിക്കി തുറന്നിരുന്നു. ആ ഡിക്കി തുറന്നാണ് ഈ 4 പുരുഷന്മാരും ഒരു സ്ത്രീയും അടങ്ങുന്ന ഈ 5 സംഘം കാറിനുള്ളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിൽ നീരൊഴുക്ക് ശക്തി പ്രാപിച്ചിരുന്നു. ഈ നീരൊഴുക്ക് ശക്തി പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലകപ്പെട്ട കാർ പിന്നീട് പുഴയിലൂടെ ഒഴുകി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഈ 5 പേരും കാറിനുള്ളിൽ നിന്നും സുരക്ഷിതരായി പുറത്തു കടന്നതിന് ശേഷം ഇവർ അയൽപ്പക്കത്തെ വീടുകളിലെത്തി അഭയം പ്രാപിച്ചു. ഇപ്പോൾ ഏതായാലും ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതിനെ തുടർന്ന് കുറുപ്പന്തറയിൽ തോട്ടിലേക്ക് വീണ കാർ പുറത്തെത്തിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അപകടത്തിൽ നിന്നാണ് 5 പേർ രക്ഷപ്പെട്ടത്. മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന ഉത്തരേന്ത്യൻ സ്വദേശികളായ 5 സംഘമാണ് ഇന്നലെ രാത്രിയോടുകൂടി അപകടത്തിൽ പെടുകയും ചെയ്തത്. കാറ് പൂർണ്ണമായും തോട്ടിലേക്ക് താഴ്ന്നു. ഇപ്പോൾ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തി വാഹനം പുറത്തേക്കെടുക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 5 പേരെയും നാട്ടുകാരുടെയും അടക്കമുള്ള സംയോജിതമായ ഇടപെടലിൽ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ വാർത്ത. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരുന്നത്. കടുത്ത മഴയും അതുമൂലം റോഡ് രാത്രി വന്നപ്പോൾ സൈഡ് വളരെ വേഗത്തിൽ വാഹനം തിരിച്ചതിനെ തുടർന്നാണ് ഈ തോട്ടിലേക്ക് വീണത് എന്നുള്ളതാണ് പ്രാഥമിക അനുമാനം. ഇപ്പോൾ ഏതായാലും
ആ വാഹനം കൂടി പുറത്തെടുത്തിരിക്കുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് 5 പേരും രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാർ വലിയ തോതിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലും വാഹനം പുറത്തെടുക്കുന്നതിലും വലിയ തോതിലുള്ള നാട്ടുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സനോജ്, നിലവിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? 3 പേർ കുറച്ചുനേരം ആ കാറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളവരും കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കാർ പൂർണ്ണമായും പുറത്തേക്ക് എടുത്തിരിക്കുന്നു. ഇപ്പോൾ തോട്ടിൽ നിന്ന് പുറത്തെടുത്ത വാഹനം റോഡിലേക്ക് മാറ്റുകയും ചെയ്തത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സനോജ്, നിലവിൽ എങ്ങനെയാണ് അവരുടെ ഒരു ആരോഗ്യാവസ്ഥ കാറിലുണ്ടായിരുന്ന 5 പേരുടെയും? ഷിജു, കാറിലുണ്ടായിരുന്ന 5 പേരും സുരക്ഷിതരാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാറ് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ അകപ്പെട്ട കാറ് പൂർണ്ണമായും നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ, തെരച്ചിലിനൊടുവിൽ ഈ കാറ് കണ്ടെത്തുകയും ഈ കാറ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തെലങ്കാന സ്റ്റേറ്റിന്റെ തെലങ്കാന സ്റ്റേറ്റാണ് TS 33 8055 എന്ന നമ്പറിലുള്ള കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ കാറ് അപകടത്തിൽപ്പെട്ടതിന് ശേഷം നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഈ പുഴയിലകപ്പെട്ട കാറ് രാവിലെ കണ്ടെത്തിയത്. ഇപ്പോൾ അങ്ങനെ കണ്ടെത്തിയ കാറ് ക്രെയിനിന്റെ സഹായത്തോടുകൂടി വടം ഉപയോഗിച്ചുകൊണ്ട് കരയിലേക്ക് കയറ്റിയിരിക്കുന്നു. കാർ ഇപ്പോൾ പൂർണ്ണമായും കരയിൽ കയറി കഴിഞ്ഞു. ഈ കാറ് വീണ സ്ഥലത്ത് നിന്ന് തന്നെയാണോ ലഭിച്ചത്, അതോ ഏറെ ദൂരം തൊട്ടിലൂടെ ഒഴുകിപ്പോയോ കാർ? അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണോ കാർ ഉയർത്തിയത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിൽ നിന്നും ഈ 5 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് കുറുപ്പന്തറ വഴി, അതായത് കുറുപ്പന്തറ വഴി ഇവർ ആലപ്പുഴയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു. ഈ യാത്രാ മധ്യയെ കുറുപ്പന്തറ കടവിന് സമീപം നിയന്ത്രണം വിട്ട കാറ് സമീപത്തെ ഒരു പോസ്റ്റിലിടിച്ച് പുഴയിലേക്ക് പോവുകയായിരുന്നു. ഈ പുഴയിലേക്ക് പോകുന്നതിനിടയിൽ മുൻഭാഗം പുഴയിൽ അകപ്പെട്ടപ്പോൾ പിൻഭാഗത്തെ ഡെക്കിയുടെ ഭാഗത്തെ ഡോറ് തുറന്ന് ഈ കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും 4 പുരുഷന്മാരും അത്ഭുതകരമായി കാറിന്റെ പുറത്ത് കടക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ കാറിന്റെ മുൻഭാഗം പുഴയിൽപ്പെട്ട ഒഴുക്കിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പ് തന്നെ ഈ 5 പേരും അത്ഭുതകരമായി പുറത്തിറങ്ങി ഉടൻ തന്നെ അവർ ഓടി അയൽപ്പക്കത്തെ വീട്ടിലെത്തി തങ്ങളുടെ വാഹനം ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അയൽപ്പക്കക്കാർ നാട്ടിലുള്ള ആളുകളെ വിളിച്ച് അറിയിക്കുകയും അങ്ങനെ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പിന്നീട് പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി. ഈ 4 പേർക്കും കാര്യമായ അപകടമുണ്ടായിട്ടില്ല. വാഹനത്തിന്റെ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആർക്കും കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഇത്തരമൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ. അവിടെ നിന്ന് എത്ര ദൂരം കാർ ഒഴുകിപ്പോയി സനോജ്? ഈ അപകട സ്ഥലത്ത് നിന്ന് എത്ര ദൂരം? ഏകദേശം 200 മീറ്ററോളം കാറ് ഒഴുകിപ്പോയി എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്നാലും അധിക ദൂരം പോകാൻ മാത്രമുള്ള വലിയ ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ അപകട സ്ഥലത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാഹനം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആണ് ഇപ്പോൾ ഈ കാറ് പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിൽ, പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിയ കാറ് നാട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ്, മഴയ്ക്കല്പം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലെ വെള്ളവും അല്പം കുറഞ്ഞിരുന്നു. ഇതും ആണ് ഈ കാറ് വേഗത്തിൽ കണ്ടെത്താൻ സഹായകരമായത്. അങ്ങനെ കണ്ടെത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കാറ് പൂർണ്ണമായും വലിച്ച കരയിൽ കയറ്റിയിട്ടുള്ളത്. തെലങ്കാന സ്റ്റേറ്റിൽ നിന്നുമുള്ള സംഘമാണ് ഈ കാറിലുണ്ടായിരുന്നത്. കാരണം TS എന്ന പേരിലാണ് വാഹനത്തിന്റെ നമ്പർ. അപ്പോൾ സ്വാഭാവികമായും ഈ വാഹനത്തിലുണ്ടായിരുന്ന അപകടമുണ്ടായ സമയത്ത് ചില ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർ 5 പേരും സുരക്ഷിതരാണ് എന്നാണ് പോലീസ് നൽകുന്ന